ഒരു കാര്യം ചോദിക്കാനാ. എന്താ മോളെ? എന്റെ പെറ്റമ്മയെ ഞാൻ തിരിച്ചറിഞ്ഞപ്പോ ഏതെങ്കിലും തരത്തില് അമ്മയെ ഞാൻ ഒഴിവാക്കിയെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അകൽച്ച കാണിക്കുന്നെന്ന് തോന്നുന്നുണ്ടോ? അത് മുത്തശ്ശി പറഞ്ഞത് കാര്യമാണ്. സത്യം പറഞ്ഞ വലിയൊരു ജീവിതം അവര് വിട്ടുകളഞ്ഞത്. ഒന്നോർക്കുമ്പോ നന്നായി ശരത്തെ. അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് പറഞ്ഞാലും അതിനൊരു എതിർപ്പ് പറഞ്ഞ് നിയന്ത്രിക്കും. മുത്തശ്ശി ആവുമ്പോ ഒരു കുഴപ്പമില്ല. ഞാൻ എന്താണോ ചെയ്യുന്നത് അതിന് മുത്തശ്ശി കട്ടയ്ക്ക് കൂടെ നിൽക്കും. എടി പൊന്നു മോളെ, ജീവിതം ഇത്രയ്ക്ക് രസമുള്ളതാണെന്ന് നിന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് മുത്തശ്ശി പഠിക്കുന്നത്. അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ, ആ വീട്ടിനകത്തിരുന്ന് ദേവനാരായണന്റെ മന്ത്രവും കേട്ട് കാലം നീട്ടിവെച്ചിരുന്ന് ഞാനങ്ങ് ചത്തുപോയേനെ. മുത്തശ്ശി, കോളേജിൽ പഠിക്കുന്ന സമയത്ത് പണക്കാരികളായ കൂട്ടുകാരികള് ഓരോ സാധനങ്ങൾ കോളേജിൽ കൊണ്ടുവരും. പലപ്പോഴും അതൊക്കെ കാണുമ്പോ എനിക്ക് തൊട്ടു നോക്കാൻ ആഗ്രഹം വരും. 1-2 വട്ടം ഞാനത് ചെയ്തിട്ടുമുണ്ട്. അതിന്റെയൊക്കെ ഫലം തരുന്നതേ ഒന്നെങ്കിൽ ചീത്ത, അല്ലെങ്കിൽ മുഖം അടച്ചുള്ള അടി. ദേവനാരായണൻ തിരുമേനിയുടെ ഇല്ലായ്മകൾ കൊണ്ട് കോളേജിലെത്തി എനിക്ക് അതൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കിയേ, ജീവിതം നമ്മുടെ കൈവെള്ളയെ കിടന്ന് അങ്ങനെ കളിക്കുക. കാശുകാരന്റെ ജീവിതം കണ്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ കാശുണ്ടാക്കി അങ്ങനെ ജീവിച്ചു തീർക്കണം. മുത്തശ്ശി എല്ലാം ഒന്ന് കഴിച്ചേ. എന്നാലുവേ ഇതില് ചിലതിന്റെ രുചിയൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. അതിനൊരു സൂത്രമുണ്ട് മുത്തശ്ശി. ഇത് കാശുകാര് തിന്നുന്നതാണല്ലോ എന്ന് ഓർത്തങ്ങ് കഴിച്ചാ മതി. എല്ലാത്തിനും നല്ല ടേസ്റ്റ് തോന്നും, അല്ലേ ചേർത്ത്? പിന്നല്ലാതെ. ഇനി ആ വലിയ ഫ്ലാറ്റിലും കൂടെ താമസം തുടങ്ങുമ്പോ മുത്തശ്ശിക്കും പ്രിയങ്കയ്ക്കും ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരാനിരിക്കുന്നു. ഓ എന്റെ ശരത്തെ, ആറ്റുവാശ്ശേരിയിലെ എന്റെ മുറിയുണ്ടല്ലോ, നേരം വെളുക്കുന്നത് വരെ അതിനകത്ത് ശ്വാസം തികയുമെന്ന് വരെ ഞാൻ പേടിച്ചിട്ടുണ്ട്. ഒരു വൃത്തിയില്ലാത്ത ചുമരും ഏത് നേരവും കർപ്പൂരവും ചന്ദനത്തിരിയും കത്തിച്ച് വെച്ച സ്മെല്ലും. ഇനി അതൊന്നും കാണണ്ടല്ലോ. കാണുന്നത് മുഴുവനും കളർഫുൾ ലോകമല്ലേ. നിന്റെ ഈ സന്തോഷത്തിന് വേണ്ടിയാടി മോളെ മുത്തശ്ശി ഒത്തിരി കഷ്ടപ്പെട്ടത്. എന്തൊക്കെ ആയാലും നമ്മൾ അവസാനം അത് നേടിയെടുത്തല്ലോ. അയ്യേ, ഇതെന്തു അടി മോളെ, മണ്ണിരയോ? ഷൂ മുത്തശ്ശി, ഇതാ നൂഡിൽസ്. മുത്തശ്ശി ഇതുവരെ നൂഡിൽസ് കണ്ടിട്ടില്ലേ? ബാക്കിയുള്ള ഫുഡൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, മുത്തശ്ശി കഴിച്ചിട്ടുമുണ്ട്. പക്ഷേ ന്യൂഡിൽസ് മുത്തശ്ശി ആദ്യമായിട്ടാ. മുത്തശ്ശി ഒന്ന് കഴിച്ചു നോക്കി. അയ്യോ മുത്തശ്ശി, അങ്ങനെയല്ല, ഇത് കഴിക്കുന്നതിനൊരു രീതിയൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇനി മുത്തശ്ശി കഴിച്ചേ. ഓ, നീ കാണിച്ചു കൂട്ടുന്ന അഭ്യാസമൊക്കെ കാണുമ്പോഴേ ഇതൊന്നും വേണ്ടെന്നാ തോന്നുന്നേ. എന്റെ മുത്തശ്ശി, ഇനി നമ്മൾ വലിയ വലിയ മീറ്റിങ്ങുകളിലായിരിക്കും പോവുക. അതൊക്കെ നടക്കുന്നത് വലിയ വലിയ ഹോട്ടലുകളിലായിരിക്കും. അവിടെ വന്നിരിക്കുന്നവരുടെ മുമ്പില് സ്പൂണും ഫോർക്കും ഉപയോഗിച്ച് തന്നെയാവണം ഭക്ഷണം കഴിക്കേണ്ടത്. മുത്തശ്ശി ഈ പ്രായത്തിൽ അതൊക്കെ ചെയ്യുന്നത് കാണുമ്പോ ഞെട്ടിപ്പോണവര്. കറക്ക് കറക്ക് കറക്കി.
ആ പറ്റുന്നില്ലടി. ഒന്നുകൂടി നോക്ക്, ഒന്നുകൂടി. ആ. ഉം. എന്തോന്നാടി? ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്തേ. ചില വീട്ടിൽ അനുസരണ ഇല്ലാത്ത ചില പിള്ളേരെ വളർത്തും. അതുപോലെയാണല്ലോ ഇതിന്റെ സ്വഭാവം. ഇതിന് ജീവനുണ്ടോ? ടെൻഷൻ ആവണ്ട മുത്തശ്ശി. ദേ, ഇതുപോലെ ആ, കറക്കണം. ഓക്കെ, എന്നിട്ട് ദേ ആ ആ ഇനി അകത്തേക്ക് വലിച്ചോ. ആ അത് തന്നെ. എങ്ങനെയുണ്ട്? അത് കൊള്ളാമല്ലോടി മോളെ. ആ അതാ പറഞ്ഞത്. ഇനി മുതൽ നമുക്ക് വെറൈറ്റി ഫുഡ്സ് എല്ലാം തേടണം. അത് കഴിക്കാനുള്ള മാർഗങ്ങൾ പഠിക്കുകയും ചെയ്യണം. ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മുടെ ഫ്ലാറ്റിൽ ചെന്നിട്ടേ നീ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഫ്ലാറ്റിൽ കൊണ്ടുവന്നിട്ടേ അവിടെ ഇരുത്തി എന്നെ പഠിപ്പിച്ചാ മതി. അല്ലാതെ നാട്ടുകാരൊക്കെ കാണുന്നത് മുത്തശ്ശിക്ക് ബുദ്ധിമുട്ടാ. ആ അത് നല്ലതാ. ഈ ആക്ടിംഗ് വർക്ക്ഷോപ്പ് ഒക്കെ നടത്തുന്ന പോലെ എല്ലാം പഠിപ്പിച്ച് വെളിയിലിറക്കണം. നീ പേടിക്കണ്ട ശരത്തെ. മുത്തശ്ശി ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ മൊത്തത്തിലൊന്ന് സ്റ്റൈലിഷ് ആക്കി എടുക്കൂലേ? അമ്മേ, എന്താ മോളെ, എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട, ഒരു കാര്യം ചോദിക്കാനാ. എന്താ മോളെ? എന്റെ പെറ്റമ്മ ഞാൻ തിരിച്ചറിഞ്ഞപ്പോ ഏതെങ്കിലും തരത്തില് അമ്മയെ ഞാൻ ഒഴിവാക്കിയെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അകൽച്ച കാണിക്കുന്നെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ അമ്മേ? നിന്റെ മനസ്സില് അമ്മയോട് എന്തെങ്കിലും അകൽച്ചയുണ്ടോ? അത് പറ. എനിക്ക് ജന്മത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്റെ മോൾക്ക് ഒരമ്മ മാത്രമല്ല, ഞങ്ങള് 2 പേരുണ്ട് അമ്മയായിട്ട് എന്നങ്ങ് കരുതിയാ പോരെ.